നമസ്കാരം സുഹൃത്തുക്കളെ. പോളണ്ട് മലയാളി. ഇന്നെൻ്റെ നാട്ടിലേക്കുള്ള യാത്രാവിശേഷങ്ങളാണ്. ഞാൻ പോളണ്ടിൽ വന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വെക്കേഷൻ പോകുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് 1 വർഷം ആയില്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ലീവ് കിട്ടി. അപ്പോൾ ഇന്നെൻ്റെ യാത്രാവിശേഷങ്ങളാണ്. ഞാൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക കേട്ടോ. എനിക്ക് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഫ്ലൈറ്റ്. ഭയങ്കര തണുപ്പ്. രാവിലെ ഇപ്പോൾ അവിടെ ഒരു 4:30 ആയതേ ഉള്ളൂ സമയം എന്ന് പറയുന്നത്. അപ്പോൾ നാട്ടിൽ ചെന്ന് എന്തെങ്കിലും ചെറിയ വീഡിയോ ഒക്കെ ചെയ്താലും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ ചാനൽ നിലനിർത്തണ്ടേ. ട്രെയിനൊക്കെ വന്നിറങ്ങി കറക്റ്റ് സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവിടെ നിന്ന് ബോൾട്ട് എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട് ഇവിടെ. നമ്മളെ യൂബർ പോലത്തെ അത് ബുക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഡ്രൈവറാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 20 മിനിറ്റ് യാത്രയുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 20 മിനിറ്റ് യാത്രയുണ്ട് എയർപോർട്ടിലേക്ക്. ക്രാക്കോയുടെ നഗരവീതിയിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രാക്കോ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതേ ആ മലയുടെ മുകളിൽ ഒരു ബിൽഡിങ് നിൽക്കുന്ന കേട്ടോ. കിടിലം വൈബ് കേട്ടോ, ഒരു രക്ഷയില്ല. ജോൺ പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ട് ക്രാക്കോ. കൊള്ളാം കേട്ടോ, നല്ല സ്ട്രക്ചർ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ക്രാക്കോയിൽ നിന്ന് നാട്ടിലോട്ട് പോകുന്നത്. നേരത്തെ എല്ലാം വാഴ്സോയിൽ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനി ഇതിനകത്തോട്ട് കയറാം നമുക്ക്. സെക്യൂരിറ്റി ചെക്കിങ്ങും എമിഗ്രേഷനും എല്ലാം കഴിഞ്ഞു. ഭയങ്കര ലേറ്റായി കേട്ടോ. എയർപോർട്ട് നല്ല രീതിയിലൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഒരുപാട് താമസിച്ചു പോയി. അപ്പോൾ ബോർഡിങ്ങിൽ നിൽക്കുവാണ്. എയർ അറേബ്യയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഫ്ലൈറ്റ് കേട്ടോ. അതിഗംഭീരമായ ഒരു സർവീസാണോന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് എയർ അറേബ്യയിൽ പോകാൻ പോകുന്നത്. നമ്മളെ ഫ്ലൈറ്റാണ് കിടക്കുന്നത്. എനിക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. തന്തൂരി ചിക്കൻ സാൻഡ്വിച്ചാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ എയർ അറേബ്യയിൽ ഫുഡ് അവൈലബിൾ അല്ല കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഫുഡ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ ക്യാഷ് കൊടുത്ത് മേടിച്ച് കഴിക്കണം. പോളണ്ടിൽ നിന്ന് നേരെ ഷാർജയ്ക്കാണ് ഫ്ലൈറ്റ് പോകുന്നത് കേട്ടോ. ആൾക്കാരൊക്കെ എണീറ്റ് നിൽക്കുന്നുണ്ടോ. വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു പോളണ്ടിൽ നിന്ന് ഷാർജയ്ക്ക് ഒരു 6-7 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. ഈ എയർ അറേബ്യയുടെ ഒരു പരാജയമായിട്ട് എനിക്ക് തോന്നിയത്, ശരിക്കും പറഞ്ഞാൽ ഇതിൽ എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് ഈ ഫ്ലൈറ്റിൽ എനിക്ക് ഒരു പോരായ്മയായിട്ട് തോന്നിയത്. രണ്ടുപേരും എൻ്റെ നാട്ടുകാരനാണ്, കൊല്ലക്കാരാണ്. ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടായിരുന്നു. നമ്മളെ ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് തയ്യാറെടുക്കുക കേട്ടോ. താഴെ നമ്മളെ ഗൾഫ് കാണും. എന്താ ഭംഗിയല്ലേ, അടിപൊളി. ഇത്രയും ഭംഗിയൊന്നും സത്യം പറഞ്ഞാൽ യൂറോപ്പിലൊന്നും ഇല്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. ഗൾഫ് അത് ഗൾഫ് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാൽ എന്ത് രസമുണ്ട് കാണാൻ. ഓക്കെ, ഷാർജ എയർപോർട്ട് എത്തി. ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടോ. ഇനി നേരെ നമ്മളുടെ ട്രിവാൻഡ്രം ഫ്ലൈറ്റ് പിടിക്കുക. ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് കേട്ടോ.
ഭംഗിയൊക്കെ കാണല്ലേ, എന്ത് രസമുണ്ട് നോക്കെ, അടിപൊളി. Ladies and gentlemen, welcome on board once again on Nostrovia Cabins Advisor. And along with Jess, Moran and Siddiq, we are here to ensure you have a comfortable and enjoyable flight. Now that we're in the air, I'd like to share a few important details about today's flight. For your safety, Arabia Foundation proudly supports communities by investing in education. നമ്മൾ ട്രിവാൻഡ്രം ഫ്ലൈറ്റിൽ ഫുഡ് വന്നിട്ടുണ്ട്. ചന മസാലയും പറാത്തയും ആണ്. കൊള്ളാം കേട്ടോ, ഇനി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഫൈനലി നമ്മളെ നാടെത്തി സുഹൃത്തുക്കളെ. ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, നമ്മളെ നാട് ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. വല്ലാത്തൊരു ഫീല് തന്നെ. എന്തൊക്കെ പറഞ്ഞാലും ഉടനെ ലാൻഡ് ചെയ്യും നമ്മളെ സ്വന്തം ട്രിവാൻഡ്രം. അങ്ങനെ ഫൈനലി നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. എൻ്റെ മക്കളാട്ടോ ഇത് ഇൽമ, ഇത് സൈറാമോൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. ലൈക്കും ഷെയറും ഒന്നും ആരും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഇവിടെ നാട്ടിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും ചെറിയൊക്കെ വീഡിയോ ചെയ്താലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.